ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ ചന്ദ്രമതിയോടാണ് ഈ ശ്രുതി പറയുകയാണ്, ഇനിയും പണം വരാനുണ്ട് ആൻറ്റി, നാളെ ഒരു 25 ലക്ഷം രൂപ കൂടി ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് വരുമെന്നാണ് തോന്നണതെന്ന് പറയുന്നത്. അത് കേട്ട വശം തന്നെ ചന്ദ്രമതി ആകെ മൊത്തം ഇങ്ങനെ ചാടി തുള്ളി നിൽക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. രവിയേട്ടനും ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. സച്ചിൻ രേവതിയാണെങ്കിൽ ശ്രുതിയുടെ ഈ തള്ളൊക്കെ ഒരു സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ശ്രുതിയാണെങ്കിൽ സച്ചിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ രവിയേട്ടൻ്റെയും ചന്ദ്രമതിയുടെ അടുത്തായിട്ട് പറയുകയാണ്, നോക്കിക്കോ നാളെ ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് ഒരു 25 ലക്ഷം കൂടി വരുമ്പോഴേ ഇവിടെ ചില ആളുകളൊക്കെ മൂക്കിൽ വിരലങ്ങോട്ട് വെക്കുമെന്ന് പറയണം കേട്ടോ. അത് കേട്ട സച്ചിയാണെങ്കിൽ ശ്രുതിക്ക് ഓൺ ദ സ്പോട്ടിൽ മറുപടി കൊടുക്കുകയാണ്. ഇതിന് മുന്നേ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ പോയിട്ട് അവൻ പിച്ച എടുക്കണ ബിസിനസ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ ആളുകളൊക്കെ മൂക്കിൽ വിരൽ വെച്ചിട്ട് തന്നെയാണ് നിന്നത്. അതുകൊണ്ട് പൗഡർ ആൻറ്റി കൂടുതൽ അതിനെക്കുറിച്ച് പറയൊന്നും വേണ്ടെന്ന് പറയുകയാണ്. സച്ചിയുടെ ആ ഒരു മറുപടി കേട്ട വശം തന്നെ ശ്രുതിയുടെ മോഹം വല്ലാതെ അങ്ങോട്ട് ചുളുങ്ങി പോകാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ രവിയേട്ടൻ ആരാ സച്ചിൻ മിണ്ടാതിരുന്നാടാ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ചന്ദ്രമതിക്കാണെങ്കിൽ തീരെ അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. പിന്നീട് നമ്മുടെ സച്ചിൻ രേവതിയും വീടിൻ്റെ പുറത്ത് വന്ന് നിന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യാണ്. അപ്പോൾ സച്ചിയാണെങ്കിൽ രേവതിയോട് പറയുകയാണ്, ഇത്രയും കാലം പൗഡർ ആൻറ്റീനെ കാണാൻ വരാത്ത ഒരാൾ, ഇത്രയും കാലം പൗഡർ ആൻറ്റിയായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത ഒരാൾ, ആ ഒരാൾ അതും ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇത്രയും പൈസ അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറയുകയാണ്. പക്ഷേ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇവർ ഇങ്ങനെ പറയണതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കാറുണ്ട്. ശ്രുതിയാണെങ്കിൽ ആകെ മൊത്തം ടെൻഷൻ അടിച്ച് നിൽക്കണതാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ.